എന്തായാലും നമ്മുടെ പ്രേക്ഷകരുടെ കുറച്ച് കത്തുകൾ എൻ്റെ കയ്യിൽ നമ്മുടെ പ്രൊഡ്യൂസർ കിഷോർജി ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് കൗതുകമായിട്ട് തോന്നിയ ഒരു കത്ത് ഞാൻ വായിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് അനീഷ് എന്നാണ്. പക്ഷേ അദ്ദേഹം വീട് അഡ്രസ്സ് ഒന്നും കൊടുത്തിട്ടില്ല, അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷേ അനീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, ഫേസ്ബുക്കിൽ നമ്മുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാമൊക്കെ അദ്ദേഹം കാണാറുണ്ട്. അത് എൻ്റെ സ്വന്തം പേജിൽ കിങ് ഓവറേക്ക് ഇങ്ങനെ ഉയർത്തി നിൽക്കുന്ന, രാജവെമ്പാലയൊക്കെ ഉയർത്തി നിൽക്കുന്ന ഫോട്ടോ അദ്ദേഹം ഒരുപാട് സെർച്ച് ചെയ്തു, വാച്ച് ചെയ്തു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഇങ്ങനെ ഉയർത്തി രാജവെമ്പാല ഇങ്ങനെ തലയേക്കാളും ഉയർത്തി പിടിക്കുമ്പോൾ അപ്പോൾ നമുക്കൊരു ബാലൻസ് ചെയ്യാതെ, അല്ലെങ്കിൽ നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റുമോ, അത് തിരിഞ്ഞ് വന്ന് തലയിൽ കടിക്കുമോ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. പ്രിയ അനീഷും നമ്മുടെ പ്രേക്ഷകരും അറിഞ്ഞിരിക്കുക, ഇങ്ങനെ ഉയർത്തി പിടിക്കുന്നത് ചുമ്മാ ഒരു പാമ്പിനെ കണ്ടുകൊണ്ടുപോയി എടുത്ത് ഉയർത്തി പിടിക്കുകയല്ല. അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ഒരുപാട് സമയം എടുത്തതിന് ശേഷമാണ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അതിനെ ഇങ്ങനെ ഉയർത്തി പിടിക്കുന്നത്. അങ്ങനെ ഉയർത്തി പിടിച്ചാൽ, അതിനെ ഉയർത്തി പിടിക്കുമ്പോൾ പാമ്പ് പെട്ടെന്ന് താഴേക്ക് വന്ന് നമ്മുടെ തലയിലോ മുഖത്തോ ശരീരത്തിലോ ഒക്കെ കടിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇത് ഈസിയാണ്, അല്ലെങ്കിൽ ഇതൊരു വെറും നിസ്സാരമായ കാര്യമാണ് എന്ന് കാണാതിരിക്കുക. അതൊരു അപകടം പിടിച്ച പണി തന്നെയാണ്. പക്ഷേ എനിക്ക് അതിനുള്ള ക്രൈസും ഉണ്ട്, അല്ലെങ്കിൽ അത് നിങ്ങളെയൊക്കെ അതിനെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നിങ്ങളുടെ മനസ്സിലേക്ക് ഉത്തേജനം കുത്തിവെക്കാനുള്ള ഒരു പരിപാടിയല്ല അത്. എനിക്കതിനോട് ക്രൈസ് ഉള്ളതുകൊണ്ട്, അതിനെ പഠിക്കണമെന്നുള്ളത് കൊണ്ട് മാത്രം ഞാനതങ്ങനെ ചെയ്യുന്നു. പ്രിയ അനീഷും നമ്മുടെ പ്രേക്ഷകരും അത് ഒരിക്കലും അനുകരിക്കരുത്, അത് മണ്ടത്തരമായി മാറും എന്നുകൂടി, അവൻ്റെ ജീവൻ അപകടത്തിലേക്ക് പോകും എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. സുബൈർ മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എഴുതിയിരിക്കുകയാണ്. സുബൈർ, അദ്ദേഹത്തിൻ്റെ സംശയം, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ, കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഒരുപാട് മൂർഖൻ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ വിരിയിച്ച് കണ്ടു, സന്തോഷം. അണലിയുടെ കുഞ്ഞുങ്ങൾ കണ്ടു, സന്തോഷം. പക്ഷേ ഇവയൊക്കെ കാട്ടിൽ വിട്ടാൽ ജീവിക്കുമോ, അതോ നാട്ടിൽ തന്നെ ജീവിക്കണോ ഇവയൊക്കെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അത് നല്ലൊരു ചോദ്യമാണ്. കാരണം സുബൈറും നമ്മുടെ പ്രേക്ഷകരും അറിഞ്ഞിരിക്കുക, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പാമ്പുകളെ, അല്ലെങ്കിൽ നാട്ടിൽ വീടുകളിൽ കണ്ടുവരുന്ന പാമ്പുകളെ പിടികൂടി കാട്ടിൽ കൊണ്ട് വിടുകയാണെങ്കിൽ, നമ്മൾ 500 പാമ്പിനെ കൊണ്ട് വിടുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ 10ഓ 15ഓ പാമ്പുകൾ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ബാക്കി ഒന്നിനെ കൊന്നു തിന്നുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നത്, കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് പറമ്പുണ്ടെങ്കിൽ ആ പറമ്പിലൊരു പാമ്പിനെ കണ്ടാൽ, അല്ലെങ്കിൽ പാറക്കെട്ടിനകത്തൊരു പാമ്പിനെ കണ്ടാൽ അതങ്ങ് പോട്ടെ എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കിളിമാൻ്റെ അടുത്തൊരു വീട്ടിലൊരു പാമ്പിനെ കണ്ടു എന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം അത് പാറക്കെട്ടാണെങ്കിൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, കുറച്ച് കല്ല് അടുക്കി വെച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാനവിടെ ചെല്ലുമ്പോൾ വീട്ടിൻ്റെ 4 ചുറ്റും പാറ കൊണ്ട് DR അടുക്കിയിരിക്കാം. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു 15 അടി പൊക്കത്തിന് അടുക്കിയിരിക്കുകയാണ്, ഒരു 100 അടി നീളം. അതുപോലെ ഇങ്ങനെ വീടിൻ്റെ 4 ചുറ്റും അതിനകത്താണ് ഈ പാമ്പ് കയറി. അവസാനം ഇദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, അവിടുത്തെ മാഡം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടുത്തെ 3-4 ചെറുപ്പക്കാരെയും കൂടി ചേർന്ന് വീട്ടിൻ്റെ ഏകദേശം 4 ചുറ്റും ഉണ്ടായിരുന്ന മതിലൊരു 3 ലോറിയിൽ വരുന്ന പാറക്കല്ല് മുഴുവനും പൊളിച്ചു മാറ്റുകയും എന്നിട്ടും ആ പാമ്പിനെ കിട്ടിയതുമില്ല. അപ്പോൾ അവർക്ക് പേടി മാറാൻ കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം ഒരു 25,000 രൂപയോളം നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും പാറക്കെട്ടിനകത്തൊക്കെ പോയി പാമ്പ് കയറിപ്പോയാൽ അതിനെ പൊളിച്ചു പിടിക്കണമെന്നുള്ള ചിന്ത നിങ്ങൾ കളയുക. അത് എപ്പോഴെങ്കിലും രാത്രിയാകുമ്പോൾ അതങ്ങ് ഇറങ്ങിപ്പോവും. എന്തായാലും നമുക്ക് ഒരു കത്ത് കൂടി വായിക്കാം. തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ശ്രീമാൻ രാജീവ് കുമാർ അവർകൾ, അദ്ദേഹത്തിൻ്റെ ചോദ്യം, അദ്ദേഹം പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോകുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്: രാജവെമ്പാല അഥവാ കിങ് കോബ്ര, ആ പാമ്പ് കൂടുകൂട്ടി മുട്ടയിടുന്ന പാമ്പ് തന്നെയാണ്. അദ്ദേഹം വായിച്ചിട്ടുണ്ട്, നമ്മുടെ പരിപാടിയിൽ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്: രാജവെമ്പാല പാമ്പ് മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ, മുട്ട വിരിഞ്ഞ പുറത്തേക്ക് വരുന്ന കുഞ്ഞുങ്ങൾക്ക് വിഷമുണ്ടാകുമോ എന്നാണ്. രാജീവ് അറിയുക, പാമ്പുകൾക്കൊന്നും വിഷമില്ല എന്ന് നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. വെനം അഥവാ ഔഷധമാണ്. അപ്പോൾ രാജീവെ, നമ്മുടെ പ്രേക്ഷകരും രാജീവും അറിയുക, രാജവെമ്പാല പാമ്പ് മുട്ട വിരിഞ്ഞാൽ ഉടനെ ജനിക്കുമ്പോഴേ വെനമുള്ള എല്ലാ പാമ്പുകൾക്കും വെനമുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. വെനം ഇഞ്ചക്ട് ചെയ്യുന്ന ഫാങ്സ് അഥവാ പല്ലുകളും ഗ്ലാൻഡും ദഹന ഗ്രന്ഥിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് വെനമുണ്ടാവും. കടിയേറ്റാൽ മരണം ഉടനെ സംഭവിക്കില്ല. പക്ഷേ രാജവെമ്പാലയ്ക്ക് നമ്മുടെ മൂർഖൻ കുഞ്ഞുങ്ങളെക്കാളും അണലിക്കുഞ്ഞുങ്ങളെക്കാളും ഒക്കെ വെനത്തിൻ്റെ അളവ് കൂടുതലാണ് രാജവെമ്പാല കുഞ്ഞുങ്ങൾക്ക്.
അത് ചിലപ്പോൾ ചില ആൾക്കാർക്ക്, പ്രായം കൂടിയ ആൾക്കാർക്ക് മരണത്തിലേക്കും അദ്ദേഹത്തിൻ്റെ ജീവനെ മരണത്തിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഒരു കാരണവശാലും നിസ്സാരമായിട്ട് കാണാതിരിക്കുക. വനമുള്ള എല്ലാ പാമ്പുകളും ജനിക്കുമ്പോഴേ വനമുണ്ടാകും എന്നുള്ളത് കൂടി നമ്മുടെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും, നമ്മുടെ പ്രേക്ഷകർക്ക് പാമ്പുകളെക്കുറിച്ച്, നമ്മുടെ പ്രോഗ്രാമിനെക്കുറിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെടാം. ഈ കൗമുദി TV-യുടെ ഓഫീസിലേക്ക് നിങ്ങൾക്ക് ലെറ്റർ അയക്കാം. ആ ലെറ്ററുകളെല്ലാം നമ്മുടെ കരങ്ങളിലെത്തും. ഞങ്ങളത് വായിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ഭാഗം, നമ്മുടെ കത്തുകൾക്ക് മറുപടിയും നമ്മുടെ മൂർഖന്മാരുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്തായാലും അടുത്ത ഭാഗം നമ്മുടെ ഒരു വ്യത്യസ്തനായ ഒരു അതിഥി ആയിരിക്കട്ടെ നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്രയിൽ ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ എത്തുന്നത്. അതുവരെ നമുക്ക് ഇന്ന് കണ്ട അല്ലെങ്കിൽ കഴിഞ്ഞ ഭാഗങ്ങളിൽ കണ്ട അതിഥികളുമായി സംതൃപ്തരായിരിക്കാം. ഇനി അടുത്ത ഭാഗത്ത് പുതിയ ഒരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമ്മുടെ പ്രേക്ഷകർക്ക് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക്ക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.